കിളിമാനൂർ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ചതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. രജിത്തിന്റെ മൃതദേഹവുമായി ആദ്യം പ്രതിഷേധമുണ്ടായത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇവിടെ കിളിമാനൂർ ജംഗ്ഷനിൽ നിരാഹാര സമരം നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവഴി പോയപ്പോൾ ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഈ പ്രതിഷേധത്തെ സംബന്ധിച്ച് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിൽ ഈ കുടുംബത്തിന്റെ ആശങ്കകളുണ്ട്. ഈ പ്രതികളെ സംബന്ധിച്ച് 3 പേരാണ് എന്ന് പറയുന്നത് ദൃക്സാക്ഷികളടക്കമുള്ള ആൾക്കാർ പറയുന്നത് 3 പ്രതികളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരാളെ പിടിച്ച് ഈ കേസ് തീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു പരാതി നമുക്കുണ്ട്. ഇപ്പം കുടുംബം 3 പ്രതികളുണ്ടെന്ന് ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് കുടുംബത്തിനോടൊപ്പം നിൽക്കാനേ പറ്റൂ. നമ്മൾ ആ രീതിക്ക് തന്നെ ഈ പ്രതികൾ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക, അടിയന്തരമായി ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. 2, ഈ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഈ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷനിൽ അവരുടെ യാതനയും വേദനയായി ഈ ആശങ്കകൾ വെച്ചുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ഈ ബന്ധുക്കൾ നടത്തിയ ഒരു ഉപരോധ സമരം, അതിൽ 58 പേർക്കെതിരെ വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഈ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഒരു വൈരാഗ്യ മനോഭാവത്തോടു കൂടിയാണ് ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കേസിൽ 2ാം പ്രതിയാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ ഈ കേസ് നമ്മൾ തലയ്ക്ക് മീത കേസ് വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൊതുരാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു കേസ് എന്നുള്ള ഞങ്ങളെ ബാധിക്കുന്ന വിഷയം. പക്ഷേ ഈ ബന്ധുക്കളെ പേരിലെടുത്തിരിക്കുന്ന കേസ്, ഈ അവരുടെ ഉറ്റവരുടെ പേരിലെടുത്തേക്കുന്ന ഈ കേസ്, ആ കേസ് പിൻവലിക്കുക എന്നുള്ളത്. 3, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിതീവ്രമായ ഒരു ചികിത്സാ പിഴവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ആ ചികിത്സാ പിഴവിന്റെ കാരണം കണ്ടെത്തിക്കൊണ്ട് ഈ ചികിത്സാ പിഴവ് വാരിയലിനും നട്ടലിനും അടക്കം ഈ രജിത്തിന് പരിക്ക് പറ്റി എന്നുള്ള കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കാത്തതാണ് രജിത്തിന്റെ മരണത്തിലേക്ക് തള്ളിവിടാനുണ്ടായ സാഹചര്യം. അപ്പോ ഈ 2ാമത്തെ മരണം 15 ദിവസത്തിന് ശേഷം, ഈ അപകടം നടന്ന് 15 ദിവസത്തിന് ശേഷം ഉണ്ടായ മരണം, അത് ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ചികിത്സാ അനാസ്ഥ മൂലം ഉണ്ടായ അത് കാരണം ഈ പറയുന്ന കുട്ടികൾ, നമ്മളെ ഈ കുടുംബത്തിലെ കുട്ടികൾക്ക്, ഇവരുടെ അംബികയുടെയും രജിത്തിന്റെ മക്കൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ചെലവും അതുപോലെ തന്നെ അടിയന്തര ധനസഹായവും എത്രയും പെട്ടെന്ന് സർക്കാർ അനുവദിക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നത്. ഈ സമരം മുന്നോട്ടും ഇതേ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. അത് വലിയ തരത്തിൽ അപകടം ഉണ്ടാകുന്ന തരത്തിലേക്കൊരു കരിങ്കൊടി പ്രതിഷേധമാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ തെരുവിൽ തടയാൻ തന്നെയാണോ തീരുമാനം? ഇത് നേരത്തെ ആലോചിച്ച് പറഞ്ഞതുപോലെ ഇത് ഈ ആരോഗ്യവകുപ്പിന്റെ വലിയ അനാസ്ഥ കൂടെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റിയ മെഡിക്കൽ കോളേജിൽ 28ാം വാർഡ് എന്നൊരു വാർഡുണ്ട്. അതായത് 150-ലധികം രോഗികളുള്ള, അത് സൈക്കാട്രിയ രോഗി മുതൽ സർജറി രോഗി വരെ ഉള്ള ഒരു വാർഡാണ്. ആ വാർഡിനകത്ത് ആകെ ഉള്ളത് 4 ഡ്യൂട്ടി നഴ്സുമാരാണ് ഈ 150-ലധികം ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉള്ളത്. അതായത് ആരോഗ്യ മേഖല ഈ ഗീർവാണം പറയാൻ വേണ്ടി മാത്രമല്ല, അല്ല സാധാരണക്കാരന് ഒരു ഫെസിലിറ്റി അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിന്റെ ഒരു രക്തസാക്ഷിയാണ് രജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടുകാരൻ മരണപ്പെട്ടത്. അദ്ദേഹം 3 തവണയോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതാണ്. അന്നൊന്നും ഈ വാരിയലിനുണ്ടായ 2 ഫ്രാക്ചറുകൾ, നട്ടലിനുണ്ടായ ഒരു ഫ്രാക്ചർ ഒന്നും മനസ്സിലായില്ല. പാരാസെറ്റമോൾ, ഈ പെയിൻ കില്ലർ ഗുളികയും കൊടുത്ത് മുറിവും ഡ്രസ് ചെയ്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. സമയത്ത് നല്ലൊരു ചികിത്സ ലഭ്യമായിരുന്നെങ്കിൽ ഇദ്ദേഹം, ഈ മരണപ്പെട്ട മനുഷ്യൻ, ഈ ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്, നൂന്നിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പോലും ആ ഡോക്ടർ അത് മൈൻഡ് ചെയ്ത്, അതായത് ഒന്ന് പരിഗണിക്കുന്ന പോലും ആ പരാതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത പരിഗണിക്കുന്ന പോലുമില്ല. അതൊന്ന് കേട്ടൊന്ന് പരിശോധിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, ആ ആശുപത്രി പേഷ്യന്റിനോട് ഒരു നീതി കാണിച്ചിരുന്നെങ്കിൽ, ആ ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ, ആ 2 കുട്ടികൾക്ക് 1.5 വയസ്സും 4 വയസ്സും പ്രായ 2 കുട്ടികൾക്ക് അനാഥരാവില്ലായിരുന്നു. ഇത് സംസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനെതിരെ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും തെരുവിൽ തടയുക ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായിട്ട് തന്നെ കോൺഗ്രസ് പോകും. ഇത് ഈ രക്ഷിതാക്കളെ കൊന്ന ഈ നടപടിയിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള തുടർ ചെലവുകൾ ഏറ്റെടുക്കുക, അവർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മന്ത്രിമാരെ വഴി തടയുന്ന ഉൾപ്പെടെ അഖിലേപി കോൺഗ്രസിന്റെ നിയോജക ജനറൽ സെക്രട്ടറിയാണ്. അഖിലേപി ഉൾപ്പെടെ അത് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സമരമായിട്ട് മാത്രമല്ല, അത് വൈകാരിക അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ വൈകാരിക അടിസ്ഥാനത്തിൽ കൂടെ ചെയ്തൊരു സമരമാണ് അഖിലേപിക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ആ രീതിയിലുള്ള സമരങ്ങളുമായി തുടർന്നും യൂത്ത് കോൺഗ്രസ് കിളിമാനൂർ തെരുവോരങ്ങൾ പ്രക്ഷുബ്ധമാക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കും, ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും കുടുംബത്തിന് നീതി കിട്ടും വരെയും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.